Okay, let's start. The last class we discussed about functional approximation and fitting a straight line. Then what do you mean by functional approximation? The finding relationship between given set of data. Okay, so നമ്മുടെ relationship find ചെയ്യുന്ന using a given data എന്താണ് straight line fit ചെയ്തിട്ടാണ് അല്ലേ? Okay, that means here we are trying to do fitting the data into the straight line. That means finding the relationship between x and y. Okay, so നമ്മളൊരു ഇക്വേഷൻ ലൈൻ ഇക്വേഷൻ അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു y ഈക്വൽ ടു ax plus b. Okay, so this line is known as regression line y on x. Here y is the independent ആണോ ഡിപെൻഡന്റ് വേരിയബിൾ ആണോ y? Y is the dependent variable and x is the independent variable. Okay. The same way നമുക്ക് എന്താ വേറൊരു equation write ചെയ്യാം. That means the regression line of x on y. Okay, regression line of x on y can be calculated where it is assumed that y is independent variable and x is dependent variable. Okay, for general formula എന്തായിരിക്കും x equal to ay plus b. Then the regression line of x on y. Okay, here x is the dependent variable and y is the independent variable. Same. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇത്. ഇവിടെ എന്താണ് എക്സും വൈയും എന്താണ് ഇന്റർചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? നോർമലി നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഇക്വേഷൻ y ഈക്വൽ ടു ax plus b ആണ്. Is it clear? Okay. Then ഫിറ്റിംഗ് പരാബോള അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദ ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് എ പ്രോഗ്രാം ടു ഫിറ്റ് എ റിഗ്രഷൻ ലൈൻ y on x given tabulated values of y corresponding to random values of x. Write a program to fit a regression line of y on x given tabulated values of y corresponding to the random values of x. So here the regression line y on x ആണ്. So the equation എന്തായിരിക്കും? y equal to ax plus b. Okay, അതായത് ഡയറക്റ്റ് എന്താ ഫിറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ ആ പ്രോഗ്രാം എഴുതുന്നതിന് പകരം എന്താ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച പ്രോഗ്രാം ഇവിടെ റൈറ്റ് ചെയ്യാം. ദിസ് പ്രോഗ്രാം അവിടെ റൈറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ? അക്ഷയ, അനഘ, ഡയറക്റ്റ് ചോദിക്കാതെ ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ നിങ്ങൾക്ക് ഇക്വേഷൻ തരും, നിങ്ങളത് നോർമൽ ഇക്വേഷൻ റൈറ്റ് ചെയ്യും. ദെൻ എ എൻ ബിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യും. സോ ഒരു മെത്തേഡിന് പറയുന്ന പേരുണ്ട് ദ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. അതായത് ഗിവൺ ഡാറ്റാസിൻ്റെ റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ അവിടെ എന്ത് ചെയ്യും? നോർമൽ ഇക്വേഷൻ y equal to ax plus ഇക്വേഷൻ എഴുതും. ദെൻ അതിൻ്റെ നോർമൽ ഇക്വേഷൻ എഴുതും. ഫ്രം ദിസ് നോർമൽ ഇക്വേഷൻ we will find the value of a and b. Then compute this value into the
line equation y equal to ax plus b. Okay, so the method is known as least square method. Least square method. അതൊന്ന് ഓർത്തിരിക്കാം. Okay. The next topic, functional approximation fitting parabola. Okay, so here we are fitting to the given data to a second degree polynomial function. Previous ടോപ്പിക്കിൽ എന്താ സ്ട്രെയിറ്റ് ലൈൻ ആണ് എൻ്റെ ഡാറ്റ ഫിറ്റ് ചെയ്ത്. ഇവിടെ എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷനിലായിരിക്കും എൻ്റെ ഡാറ്റ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ടു ഫൈൻഡ് ദ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനൊരു എക്സാമ്പിളാണ് എന്ത് പരാബോള. ഓക്കെ, സോ ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള y equal to ax square plus bx plus c. ഓക്കെ, സോ ഹിയർ നമുക്ക് എന്ത് ഇവിടെ ഫൈൻഡ് ചെയ്യണം? എ ബി ആൻഡ് സി, ഈ ഇത്രയും വേരിയബിളിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. എന്തിനാണ്? ടു കമ്പ്യൂട്ട് ദ ബെസ്റ്റ് പരാബോളിക് ഫിറ്റ്. ഓക്കെ, സോ എ ബി സി, സോ ഇതിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് നോർമൽ ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ പരാബോളയുടെ ഇക്വേഷന് സമ്മേഷൻ ചെയ്യാണ്. So 4 into summation we get summation y equal to a summation x square plus b summation x plus nc. Constant summation ചെയ്യുമ്പോൾ number of terms നമ്മൾ എഴുതും. Here n is the number of terms. Okay, then second, our equation 4 into summation x, we get the equation summation xy equal to a summation x cube plus b summation x square plus c summation x. Okay, the next 4 into summation x square. So we get the equation summation x square y equal to a summation x raised to 4 plus b summation x cube plus c summation x square. Okay, then solving this equation we get the value of a, b and c. Then substitute this value into this parabolic equation, we get the function. That means our relationship ഇവിടെ നിങ്ങൾക്ക് കിട്ടും y equal to ax square plus bx plus c. നിങ്ങൾ വേണ്ട എന്താ? പരാബോളിക് ഇക്വേഷൻ്റെ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക, അതുപോലെ എന്താ നോർമൽ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. Is it clear? Okay. Write on the question, given a tabular value for the function fitted parabola second degree polynomial to this data. Given a tabular value for the function fitted parabola second degree polynomial to this data. Okay, so make a data തന്നിട്ടുണ്ട് x and y. So first write down the equation of parabola y equal to x square plus bx plus c. Okay, then write normal equations. Summation y equal to a summation x square plus b summation x plus nc. Then summation xy equal to a summation x cube plus b summation x square plus c summation x. Then summation x square y equal to a summation x raised to 4 plus b summation x cube plus c summation x square.
Okay, so you want to find the value of A, B and C. So എന്തൊക്കെ കമ്പ്യൂട്ട് ചെയ്യണം? ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കുക. X, Y, then XY, then X square, X cube, X raised to 4, then X square into Y. Okay. Then X value write here 1.0, 1.5, 2.0, 2.5, 3.1 and 4.0. Corresponding Y value 1.1, 1.3, 1.6, 2.0, 3.4 and 4.2. So ഇവിടെ summation എഴുതാം. പെട്ടെന്ന് ഫൈൻഡ് ചെയ്തോ. നിങ്ങൾ ഈ ടേബിൾ വരച്ചിട്ട് ഓരോ വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു. ഫസ്റ്റ് സിഗ്മ എക്സ്, $14.100. സെയിം ആണോ എല്ലാവരും കിട്ടിയ വാല്യൂ? $14.1. Okay. Summation x equal to 14.1. Okay. So നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇതുപോലൊരു ടേബിൾ വരച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. Then sigma y. $13.6. $13.6 ആണോ? Okay, fine. 13.6. Then sigma x square. $39.11. Okay. $39.11. Then
Sigma x cube. One 21.791. One 21.791. Next, sigma x raised to 4. Sigma x raised to 3 121.791 ആണോ 122.122 ആണോ? Okay, fine. Then sigma x raised to 4 409.477. The next, sigma x square into y. One 22.799. Okay. 122.799. Next, sigma x into y. 38.59. 38.59. 38.59. Okay. Then next, substituting this value into these equations, find the value of A, B, and C. So A equal to B equal to C. So what is the value of A, B, and C? എനിക്ക് 3 ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. കാൽക്കുലേറ്ററിൽ മൂല്യം സെറ്റ് ചെയ്യുക, and സോൾവ് ചെയ്യുക.
Akshay, Vipin, Aduna, Adira. A equal to 0.084, then P equal to 0.37, C equal to different answer ആണല്ലോ. Aduna, Sahala. ബാക്കിയുള്ളവർക്ക് എന്താ ആൻസർ കിട്ടിയത്? ഒന്ന് റിപ്ലൈ ചെയ്തേ. C equal to minus 0.057. Akshay. എന്താ ആൻസർ കിട്ടിയത്? വാല്യൂ ഓഫ് എ, ബി ആൻഡ് സി. N means number of terms. ഓക്കെ, ഞാൻ ടൈം കളയുന്നില്ല. നിങ്ങൾ ഫൈൻഡ് ചെയ്യുക, എ ആൻഡ് ബി സിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. ദെൻ വാല്യൂ എന്താ ഈ പെർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ദിസ് വൺ ഈസ് ഹോംവർക്ക്. Write down the question. Given a table of value for the function, fit a parabola, second degree polynomial to this data. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. And the next topic, numerical integration. Numerical integration. So the numerical integration is the process of evaluating a finite integral from the set of tabulated values for the integrate f of x. It's a process of evaluating the finite integral from the set of tabulated values of the integrate f of x. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ഗിവൺ ഡാറ്റ തന്നു. ആ ഡാറ്റനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഒരു കേർവ് അല്ലെങ്കിൽ പരാബോള ഡ്രോ ചെയ്തു അല്ലേ. ദെൻ ഇവിടെ എന്താ തന്നത്? ഒരു കേർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ആക്ച്വലി ഇവിടെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കേർവിൻ്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, ഏരിയ ഓഫ് ദിസ് കേർവ്. ഓക്കെ, ആൻഡ് ഹിയർ എഫ് ഓഫ് എ and here f of b, this one a b. അതായത് ഈ ഒരു ഇൻ്റർവെല്ലിലുള്ള ഏരിയയുടെ ഈ ഒരു
കർവിൻ്റെ എന്താണ് ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഏരിയ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഈ ഇത്രയും പാർട്ടിനെ എന്ത് സബ് ഇൻ്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ ഓരോന്നിൻ്റെ വിഡ്ത്ത് എന്താണ് h ആണ്, ഓരോ ഇൻ്റർവെലിൻ്റെയും വിഡ്ത്ത് h. ഓക്കെ, ആൻഡ് ഹിയർ a is x0 and b is x1, ഓരോ പോയിന്റ് x1 x2 x3. ഓക്കെ, സോ ഹിയർ a എന്ന് പറയുന്നത് എന്താ x0 ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ x1 എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഹൗ ടു ഫൈൻഡ് x1? ഓരോ പാർട്ടിൻ്റെയും വിഡ്ത്ത് എന്താ h ആണ്. x1 ഈക്വൽ ടു x0 പ്ലസ് h. Then next point x2 equal to x1 plus h. Okay, then finally xn equal to xn minus 1 plus h. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. എല്ലാ മെത്തേഡും, അതായത് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യും. എല്ലാ മെത്തേഡിലും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ആക്ച്വലി ഫൈൻഡ് ചെയ്യുന്നത് എന്താ, ഒരു കർവിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻസ് ആർ ട്രപ്പിസോയിഡൽ മെത്തേഡ്, സിംപ്സൺ റൂൾ ആൻഡ് കോസ് ക്വാഡ്രേച്ചർ മെത്തേഡ്. സോ സിംപ്സൺ റൂളിൻ്റെ അണ്ടറിൽ നിങ്ങൾ രണ്ട് റൂൾ പഠിക്കും, 1/3 റൂൾ ആൻഡ് 3/8 റൂൾ. ഓക്കെ, സോ ദ ഫസ്റ്റ് റൂൾ, trapezoidal rule. The trapezoidal rule is used to evaluate the value of definite integral. Okay, definite integral. Now just in the formula ഓർത്തിരിക്കാം. Okay, the formula is integral a to b f of x dx equal to h/2 into y0 plus y1 plus 2 into y1 plus y2 plus up to yn minus 1. Okay, so this y0 and y1 are known as extreme ordinates, and y1, y2 up to yn minus 1 are known as remaining ordinates. Okay, so most important thing is you have to remember this formula. ഓക്കെ, സോ എനിക്കിവിടെ എച്ച് എന്ന് പറയുന്ന ടേം കാണും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കേർവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഏരിയനെ എന്താ സബ് ഇൻ്റർവെൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എച്ച് ഈസ് ദ വിഡ്ത്ത് ഓഫ് ഈച്ച് സബ് ഇൻ്റർവെൽ. ഓക്കെ, സോ എച്ച് ഈസ് ദ വിഡ്ത്ത് ഓഫ് ഈച്ച് സബ് ഇൻ്റർവെൽ. അപ്പോൾ എച്ചിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എച്ച് ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡ് ബൈ എൻ. ഓക്കെ, where n is the number of sub intervals. Okay, so the equation of h is b minus a divided by n, where n is the number of subintervals. So you can take any value to this n. Is it clear? Is it clear? ഓക്കെ, സോ ഓരോ മെത്തേഡിനും നിങ്ങൾ ആ ജനറൽ ഫോമിൽ ഓർത്തിരിക്കുക, വേറെ ഒന്നും വേണ്ട. Write on the question, evaluate integral 2 to 7 1 by x dx. Evaluate integral 2 to 7 1 by x dx. Here I am taking n equal to 5. So in the general formula in the integral a to b f of x dx equal to h by 2 y0 plus yn plus 2 into
y1 plus y2 plus up to yn minus 1. Okay, the first calculating the value of h equal to b minus a divided by n. Here b equal to 7, a equal to 5, sorry, a equal to 2. 7 minus 2 divided by the value of n is 5. Okay, so 5 divided by 5 equal to 1. Okay, then draw the table. X, f of x, okay. So first interval എന്താ starting a ആണല്ലേ. Here 2, xന്റെ വാല്യൂ ഇവിടെ 2 എടുക്കുക. Then അടുത്ത x വാല്യൂന്റെ വാല്യൂ എന്താ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്തത്? xn equal to xn minus 1 plus h. ഓരോ ഇന്റർവൽ അല്ലേ. x equal to 2, അടുത്ത xന്റെ വാല്യൂ എന്തായിരിക്കും? Here interval എന്താ? Width of the interval 1. Okay, 2 plus 1, so 3. The next 4, 5, 6 and 7. So x value ഇവിടെ find ചെയ്തു, ഓരോ intervalലും find ചെയ്തു. Then corresponding f of x find ചെയ്യാം. That means y. Okay, your function is 1 by x, right? So first f of x equal to 1 by 2 and 1 by 3, 1 by 4, 1 by 5, then 1 by 6 and 1 by 7. Okay, this one y0 and y1, y2, y3, y4 and y5. Three okay ആണോ? ഓരോ എക്സ് വാല്യൂ ഫൈൻഡ് ചെയ്തു, ദ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂ ഫൈൻഡ് ചെയ്തു. ഇനി എന്താ? ജനറൽ ഇക്വേഷന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay, so here our equation is integral 2 to 7 1 by x dx equal to h by 2. Here h is 1, right? 1 by 2 into y0. Here y0 is 1 by 2. 1 by 2 plus yn, that means y5. 1 by 7 plus 2 into sum of remaining ordinates അല്ലേ, ഇതൊക്കെയാണ് 1 by 3, right? 1 by 3 plus 1 by 4 plus 1 by 5 plus 1 by 6. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തോ. Begin 1.271 ആണ് ആൻസർ. So the integral 2 to 7 1 by x dx equal to 1.271. It's an approximate value.
Is it clear? I think നിങ്ങൾ ഇത് പഠിച്ചതാണ് അല്ലേ? ഓക്കെ. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫിറ്റിംഗ് പരാബോള ആൻഡ് ട്രപ്പിസോയിഡൽ റൂൾ. Okay.